ഗാസയെ ചുറ്റും വളഞ്ഞു നിന്നുകൊണ്ട് ഇസ്രയേൽ ആക്രമിച്ച് ഛിന്നഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ അന്തിമ ഭാഗത്തിനായി സർവ്വവിധ സന്നാഹങ്ങളോടും കൂടെ മുമ്പോട്ടു പോകുന്ന ഇസ്രയേലിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ഹമാസ് ഇല്ലാത്ത ഗാസയാണ്. എന്നാൽ ഗാസയിൽ അതിജീവനത്തിനായി കേഴുന്ന 20 ലക്ഷത്തോളം പോന്ന സാധാരണക്കാരായ ജനങ്ങൾ ക്ലേശിക്കുന്നത് സാർവലൗകിക സഹാനുഭൂതി അർഹിക്കുന്ന വിഷയം തന്നെയാണ്. ഹമാസ് എന്ന കൊടിയ ഇസ്ലാമിക ഭീകരന്മാർ പാലസ്തീന്റെ സ്വാതന്ത്ര്യസമര പോരാളികളാണെന്ന അവകാശവാദമുയർത്തിക്കൊണ്ട് ആയുധവുമായി ഗാസയിലെ തുരങ്കങ്ങളിൽ പമ്മിയിരിക്കുന്ന കാലത്തോളം സ്വന്തം രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷയ്ക്കായി ഇസ്രയേൽ ഹമാസ് നിർമ്മാർജ്ജന ദൗത്യം തുടരുകയും അതിന്റെ സെഡ് എഫക്റ്റിന് ഗാസയിലെ നിരപരാധികൾ ഇരയാകേണ്ടി വരികയും ചെയ്യും. ഇസ്രയേൽ ഇപ്പോൾ തച്ചു തകർത്ത് തരിപ്പണമാക്കുന്നത് ഹമാസ് ഭീകരന്മാർ ഗാസയിൽ കെട്ടിപ്പടുത്ത ഭീകര തിന്മകളുടെ കോട്ടകളാണെങ്കിലും അതിന്റെ കെടുതി അനുഭവിക്കുന്ന ഗാസൻ ജനതയ്ക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിക്കാൻ ഒറ്റ വഴിയേ മുമ്പിലുള്ളൂ. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിന്റെ നേരെ മെക്കിട്ട് കയറാൻ നിൽക്കാതെ ഹമാസിനെ നിലയ്ക്ക് നിർത്തി അവരുടെ കൈകളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചു മേടിച്ച് ദൂരെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജീവിച്ചോളാൻ പറഞ്ഞ് അവരെ അനുസരിപ്പിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ ഹമാസിനോടും അവരെ അനുകൂലിക്കുന്നവരോടും പറഞ്ഞത് തടവിലുള്ള ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ചിട്ട് കരാർ നിബന്ധനകൾക്ക് വഴിപ്പെടാനായിരുന്നു. ആ നിർദ്ദേശത്തെ ഹമാസ് തള്ളിയത് തന്നെയാണ് പ്രശ്നത്തെ ഇത്രത്തോളം വഷളാക്കിയത്. എന്നാൽ സമവായ ചർച്ചയ്ക്ക് ഇനിയൊരു പ്രസക്തിയുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദുഷ്ടനിഗ്രഹത്തിനായി മുമ്പോട്ടു പോകുമ്പോൾ തങ്ങളുടെ തടവിലുള്ള ശേഷിക്കുന്ന ബന്ദികളെ കൊല്ലുമെന്നുള്ള പേടിപ്പീരുമായി ഹമാസ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ലെബനനിൽ വധിക്കപ്പെട്ട ഇസ്രായേൽ എയർഫോഴ്സ് നാവിഗേറ്ററായ റോൺ അരാദിനെ പരാമർശിച്ചുകൊണ്ട് ബന്ദികൾക്ക് റോൺ അരാദ് എന്ന് പേരിട്ട് അവരുടെ ആർക്കൈവ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ. റോൺ അരാദിനെ കൊല്ലപ്പെട്ട പോലെ ഇവരും കൊല്ലപ്പെടും എന്ന സൂചന നൽകിക്കൊണ്ടുള്ള ഫെയർവെൽ ചിത്രമാണ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. തടവിലുള്ള ബന്ദികളെ പുറത്തുവിട്ടിട്ട് പാലസ്തീനിലെ പാവങ്ങളെ പെടുമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ താൽപ്പര്യപ്പെടാത്ത ഭീകരന്മാരെ പിന്തുണച്ചുകൊണ്ടാണ് കേരളത്തിലെയും ജിഹാദി ഭക്തന്മാർ ഹമാസിനായി മൂങ്ങുന്നത്. സ്വന്തം ജനത്തെ കുരുതി കൊടുക്കാനിറങ്ങിയ ഈ ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന ഇവരുടെ മോങ്ങൽ മാനവരാശിക്കെതിരെയുള്ള നീക്കങ്ങൾ തന്നെയാണ്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഗാസയിൽ ഇനി ഹമാസിനെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള സൈനിക നടപടിയുമായിട്ടാണ് ഇസ്രയേൽ മുമ്പോട്ടു പോകുന്നത്. ഗാസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ന്യായമാണ്. എന്നാൽ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കാനുള്ള ഗാസ നിവാസികളുടെ അവകാശങ്ങളെ കുൽസിത മാർഗത്തിലൂടെ അട്ടിമറിക്കുകയും അവർക്ക് ലോകരാഷ്ട്രങ്ങൾ നൽകിയ ശതകോടികളുടെ പാക്കേജുകൾ വസൂലാക്കി പള്ളയും കീശയും വീർപ്പിച്ച് അർമാദിക്കുന്ന ഭീകരന്മാരുടെ തിന്മകളെ മറച്ചുപിടിക്കുകയും ചെയ്യുകയാണ് ഈ കപടക്കണ്ണീരുകാർ ചെയ്യുന്നത്. ഇനിയും ഗാസയെ പുനരുദ്ധരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറായേക്കാം. എന്നാൽ അത് തട്ടിയെടുക്കാൻ ഹമാസിന്റെ നാമം പോലും ഭൂപരപ്പിൽ ഉണ്ടായിരിക്കരുതെന്ന് മാത്രമാണ് ഇസ്രയേലിന്റെ ഒരേയൊരു ഓപ്ഷൻ. തെക്കും വടക്കുമുള്ള ഗാസയിലും ഗാസയുടെ കേന്ദ്രഭാഗത്തും ഹമാസ് ഭീകരന്മാർ കെട്ടിപ്പൊക്കിയ അനേകം ഭീകര കേന്ദ്രങ്ങളും ആയുധശാലകളും സ്നൈപ്പർ പോസ്റ്റുകളും ഒളിസങ്കേതങ്ങളും ഖാൻ യൂനീസിലും റഫായിലുമായി ഹമാസ് കെട്ടിപ്പടുത്ത അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുകയും ആ കൂട്ടത്തിൽ നിരവധി ഭീകരന്മാരെ കൊല്ലുകയുമാണ് ഇസ്രയേൽ ചെയ്തത്. ഇത് ഗാസയ്ക്ക് അങ്ങേയറ്റം ഗുണം തന്നെയാണ്. തടവിലുള്ള ബന്ദികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഹമാസ് അത് ചെയ്താലും ഇല്ലെങ്കിലും തങ്ങളുടെ അടുത്ത തലമുറകൾ സുഖമായും സുരക്ഷിതമായും ഇരിക്കണമെന്ന വാശിയോടെയാണ് ഇസ്രായേൽ മുമ്പോട്ടു പോകുന്നത്. ഗാസയിലെ ശേഷിക്കുന്ന 20 ലക്ഷം പോന്ന ജനങ്ങൾ സുരക്ഷിതമായി ഇരിക്കാനും സമീപഭാവിയിൽ പുനരുദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഗാസയിൽ അവർക്ക് സുഖകരമായ ഒരു ജീവിതം ലഭിക്കുമെന്നും ഉറപ്പാണ്. അമേരിക്കയും ഇസ്രയേലും ഒത്താൽ അത് നടക്കുക തന്നെ ചെയ്യും. അത് ആഗ്രഹിക്കുന്നവർ വെറുതെ മൂങ്ങി സീനുണ്ടാക്കുന്നതിന് പകരം ഹമാസ് ഭീകര സംഘടന ഇല്ലാതാകണമെന്നും അതിനായി ഇസ്രയേലിനെ എതിർക്കാതിരിക്കണമെന്നുമുള്ള വകതിരിവാണ് ഉണ്ടാകേണ്ടത്. ഗാസയ്ക്ക് വേണ്ടി കരയുന്നവർ ഗാസയിലെ ജനതയോട് സ്നേഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബന്ദികളെ മോചിപ്പിച്ച് ഗാസ കാലിയാക്കാൻ ഹമാസിനോട് പറയുകയാണ്.